ഹൈ ഓൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ഉരുക്കൽ പ്രക്രിയയായിരുന്നു ഇല്ലേ? നമ്മുടെ വരയെ അത്രമാത്രം നിഫ്റ്റി സ്നേഹിച്ചു പ്രണയിച്ചു എന്നൊക്കെ ഞാൻ ഇന്നലെ തമാശ രൂപേണ പറഞ്ഞെങ്കിലും നമ്മളുടെ നിഫ്റ്റി ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ 24,340 എന്ന് പറയുന്ന ലൈനിൽ ആടിക്കളിച്ച് നിൽക്കുകയായിരുന്നു. ഒരു 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 ഘട്ടത്തിൽ പെട്ടെന്ന് എന്തോ ഒരു 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 വാർത്ത ന്യൂസുകളാണ്, ന്യൂസിൻ്റെ ബേസിൽ ജസ്റ്റ് ഒരു 100 പോയിൻ്റ്, ഒരു 140 പോയിൻ്റ് പെട്ടെന്നൊരു മൂവ്മെൻറ്റ് വന്നു. അവിടെയും നമ്മളുടെ 480 എന്ന് പറയുന്ന ലൈൻ അല്ലേ, നമ്മളൊരു ടെമ്പററി റെസിഡൻസ് വരച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് അവിടെ തന്നെ വന്ന് തട്ടി മാർക്കറ്റ് വീണ്ടും തിരിച്ച് പഴയപടി മൂഷിക സ്ത്രീ ആയെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ 340 വന്ന് അവസാനിച്ചു അല്ലേ. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്, മാർക്കറ്റിൽ ഹൈ വോളറ്റാലിറ്റി കാണും, ഒരിക്കൽ പ്രക്രിയ കാണും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും ഒരു പക്ഷേ ഇന്ന് നഷ്ടം സംഭവിച്ചവരാണ് കൂടുതലും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, കുറച്ചൊക്കെ എടുത്തവർക്ക് ഈ ഒരു മൊമെൻറ്റത്തിൽ ഇറങ്ങിപ്പോകാൻ പറ്റി എന്നൊരു വിശ്വാസം ഉണ്ട്. എത്ര പേര് ഇറങ്ങി നേരത്തിൽ ചിലർക്ക് എനിക്ക് മെസ്സേജ് അയച്ചു, സാറെ രക്ഷപ്പെട്ടേ എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് മെസ്സേജ് അയച്ച ചില ആൾക്കാരെങ്കിലുണ്ട്. പക്ഷെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഏറെക്കുറെ ആൾക്കാർക്കും എന്താണ് ഇന്ന് നഷ്ടം ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എനിവേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ത് ലാഭം മാത്രം പോരായല്ലോ, നഷ്ടങ്ങളുടെ പട്ടികകൾ നമ്മൾ കാണാം. പക്ഷേ ആ നഷ്ടത്തെ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ഞാൻ പഠിപ്പിച്ചേക്കുന്നത്? നഷ്ടത്തെ നമ്മൾ ലഘൂകരിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ കൈപ്പിടിയിൽ ഒതുക്കാൻ പഠിക്കണം. അവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മുടെ നഷ്ടം നമ്മുടെ ലാഭം അത് എവിടെ വരെയാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് മാത്രമേ ട്രേഡിന് ഇറങ്ങാവൂ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ സംസാരിക്കാറുണ്ട്. നമ്മുടെ ക്ലാസ് 9-ാം തീയതി നമ്മുടെ ക്ലാസ് ഫുള്ളായി കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു, ഫുള്ളായി. ഇനി ആരും തള്ളാണെന്നും വിചാരിക്കല്ലേ, ബിസിനസ് മെൻറ്റാലിറ്റിയോ തള്ളാണെന്ന് ആരും വിചാരിക്കേണ്ട. ഓൾറെഡി 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിനുള്ള ആൾക്കാർ ഫുള്ളായി. അപ്പോൾ നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ഇനി നമുക്ക് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? മാർക്കറ്റ് ഇന്ന് മാക്സിമം ഉരുകി തീർത്തു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെള്ളമില്ലാത്തിടത്ത് മുങ്ങാൻ നിൽക്കരുത് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എത്ര പേർ അത് കേട്ടിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മാർക്കറ്റ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. മാർക്കറ്റ് ഏതാണ്ട് ഒരു 10-60 പോയിൻ്റ് ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെങ്കിലും പിന്നെ ആ ഒരു രീതി ഒരു പോസിറ്റീവ്നെസ് സസ്റ്റെയിൻ ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞിട്ടില്ല. മാർക്കറ്റ് ആ 24,340 എന്ന് പറയുന്ന പോയിന്റ് തന്നെ ഇങ്ങനെ ആടിക്കളിച്ച് മുന്നോട്ട് പോയത്. കാരണം ഇനി നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടതേ, ഗ്ലോബൽ മാർക്കറ്റ് അല്ലെ, മദർ മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, US മാർക്കറ്റാണ് മദർ മാർക്കറ്റ് ഇല്ലേ. അവിടെ എന്ത് ഫ്ലക്ച്വേഷൻ ഉണ്ടായാലും അതിൻ്റെ പ്രതിഫലനം ബാക്കിയുള്ള എല്ലാ മാർക്കറ്റുകളിലും കാണും എന്ന് നമുക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ US മാർക്കറ്റിനെ നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. US മാർക്കറ്റ് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ US ഡൗ ജോൺസ് വേണ്ട, നമുക്ക് ഫ്യൂച്ചറിനെ എടുക്കാം. US ഫ്യൂച്ചറിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, US ഫ്യൂച്ചറും ഏകദേശം ഈ പറയുന്ന പോലെ തന്നെ ആടിക്കളിച്ച് ഒരു റേഞ്ചിനകത്ത് അല്ലേ, US ഫ്യൂച്ചറും ഒരു റേഞ്ചിനകത്താണ് ആടിക്കളിച്ചുകൊണ്ടിരുന്നത്. അതേ ഒരു മെൻറ്റാലിറ്റി തന്നെ ആയിരുന്നു നമ്മുടെ നിഫ്റ്റിയുടെ ഇന്നത്തെ ചാർട്ടും ഇങ്ങനെ അല്ലേ. കുറച്ച് മേലോട്ട് ഇതിപ്പോൾ നമുക്ക് 7-ാം തീയതി ഇതാണ് 7-ാം തീയതി ഇതിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ സമയം എന്തായി? ഇപ്പോൾ സമയം 7:37. ഓക്കെ, 7:37 കറക്റ്റാണ്. ഓക്കെ, എൻ്റെ ചിലർ പറയാൻ, സാറേ എൻ്റെ സമയം ശരിയല്ല എന്ന്, എൻ്റെ ഇതിനകത്തിലെ ടൈമിങ് ശരിയല്ല എന്ന് ചിലർ കമൻറ്റ് ചെയ്തായിരുന്നു. ഞാനത് നോക്കുമായിരുന്നു. ഓക്കെ, ടൈമിങ് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ പറയുന്ന ഇതേ ഒരു മോഡലിൽ തന്നെയാണ് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റും പോയത്. അപ്പോൾ നമ്മൾ ഈ ട്രേഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഗ്ലോബൽ ഫ്യൂച്ചേഴ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ US ഫ്യൂച്ചേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ ട്രേഡിന് കുറച്ചുകൂടെ അതെന്താ ഒരു പ്രോബബിലിറ്റി, ഒരു കൺവിക്ഷൻ നമുക്ക് കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം വേറെ വലിയ മൊമെൻറ്റുകളൊന്നും മാർക്കറ്റിൽ
ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഫ്യൂച്ചർ ഡൗ ജോൺസ് ഇപ്പോഴും ഒരു ഫ്ലാറ്റ് നോട്ടിലാണ്. അവിടെ നമ്മൾ വരയൊക്കെ വരച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് നമ്മൾ വരയൊക്കെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നത്. 50,000 നമ്മളൊരു വര വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ 50,000 തട്ടി മാർക്കറ്റ് വീണ്ടും തിരിച്ചു വന്നു. ഇത് നോക്കിക്കേ, വരയൊക്കെ അവിടെ. വര പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് മാർക്കറ്റിൽ പോയും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. വരയാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ആധാരം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴും നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ആധാരം എന്ന് പറയുന്നത് ചാർട്ടാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഇൻഡിക്കേറ്ററുകളായാലും മറ്റ് സ്ട്രാറ്റജികളായാലും എന്തുമായാലും എല്ലാത്തിൻ്റെയും ആധാരം അല്ലെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് വരയാണ്. നോക്കിക്കേ, ഡൗ ജോൺസിൽ ഞാൻ വരച്ചിട്ടുള്ളത് വരയാണ്. 50,000 വേണമെങ്കിൽ പറയാം, സൈക്കോളജിക്കലായിട്ടുള്ള ഒരു നമ്പറാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് ശേഷവും പലയിടത്തും ഞാൻ വരച്ചിട്ടുണ്ട്. ആ വരകളൊക്കെ കൃത്യമായിട്ട് ലെവലുകൾ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ, തള്ളല്ല കേട്ടോ, തള്ളല്ല, ജസ്റ്റ് വരയുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വെറുതെ ഒത്തിരി വർത്തമാനം പറഞ്ഞ് സമയം കളയണ്ട, നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റിലോട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താണ് മാർക്കറ്റ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് ന്യൂസിനെ ബേസ് ചെയ്ത് മാത്രമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് വേറൊരു കാര്യം കൂടെ ഇന്നുമായിട്ട് സംഭവിച്ചായിരുന്നു. നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇത് ചെറിയൊരു പോസിറ്റീവ് നോട്ട്, അതും ഫ്ലാറ്റിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഈ നിഫ്റ്റിയുടെ അത്രയും ഒരു വോളറ്റാലിറ്റി ബാങ്ക് നിഫ്റ്റിയിലില്ലായിരുന്നു. പക്ഷേ എങ്കിലും ഒരു റേഞ്ചിനകത്താണ് ബാങ്ക് നിഫ്റ്റി നിലവിൽ നിൽക്കുന്നത്. അപ്പം എവിടുന്നും ഒരു പോസിറ്റീവ് മൊമെൻറ്റം മുകളിലോട്ട് പുഷ് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് നമ്മളിന്ന് മാർക്കറ്റിൽ കണ്ടില്ല. നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് കണ്ടോ, ഫ്ലാറ്റാണ്. HDFC ഫ്ലാറ്റാണ്, ICICI ഫ്ലാറ്റാണ്, കോട്ടക് ബാങ്ക് ഫ്ലാറ്റാണ്, ആക്സിസ് ബാങ്ക് ഫ്ലാറ്റാണ്, SBI എല്ലാം ഇൻഫി ഫ്ലാറ്റാണ്. നോക്കിക്കുക, എല്ലാവരും ഫ്ലാറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിന്ന് മാർക്കറ്റിൽ കണ്ടത്. അപ്പോൾ നാളെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഇപ്പം ഒരു ന്യൂസ് കണ്ടത്, ഹോർമൂസിൽ പിന്നെ വീണ്ടും ഇറാന് അവരുടെ ഒരു വെസലിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഇപ്പം ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തുവാണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ അമേരിക്ക ഇറാന് സമയം കൊടുത്തിട്ടുണ്ട് അവരുടെ ആ ഒരു എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ. അതിന് ശേഷം 2-1 തീരുമാനിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടറിയാം. ഇപ്പം നാളെയും 24-340 നമുക്ക് നിർണായകമാണ്. അത് പൊട്ടിയാൽ നമുക്ക് വീണ്ടും ഇവിടെ നോക്കിക്കേ, ഞാൻ പറഞ്ഞിരുന്നു താഴെ പൊട്ടിപ്പോയാൽ നമ്മൾ ഈ ബോക്സ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ബോക്സിൻ്റെ ടോപ്പിൽ തട്ടി വീണ്ടും മാർക്കറ്റ് തിരിച്ചു പോയി. അപ്പോൾ നാളെ നമ്മൾ നോക്കേണ്ടത് വീണ്ടും നമ്മുടെ ബോക്സ് വില്ലനായിട്ട് വരികയാണ്. അപ്പോൾ നാളെ എന്താ സംഭവിച്ചാൽ തട്ടി ബോക്സിനകത്ത് കയറുമോ ഇല്ലെന്ന് നോക്കുക. ബോക്സിനകത്ത് കയറിയാൽ ഒരു പക്ഷേ അവിടെ ആടിക്കളിക്കും, ഇല്ലെങ്കിൽ അത് ബോക്സ് പൊട്ടി താഴെ പോകും. എങ്ങോട്ട് പോകുന്നു, ബോക്സിനകത്ത് കയറിയതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു നോക്കുക. അതിന് ശേഷം അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. നാളെ വീക്കെൻഡാണ് അല്ലേ? നാളെ വീക്കെൻഡാണ്. പല പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സും മാർക്കറ്റിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ഇന്ന് എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തവർ ഇന്നലത്തെ മാതിരി എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. മാർക്കറ്റ് എന്നും ഒരുപോലെ അല്ല. നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. മാർക്കറ്റിൽ എന്നും ട്രേഡ് ചെയ്യണം എന്ന് വാശി പിടിക്കരുത്, അല്ലെ മാർക്കറ്റിൽ എന്ന് ലാഭം എടുക്കണം എന്ന് വാശി പിടിക്കല്ലേ. നഷ്ടം വന്നാൽ നഷ്ടത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമ്മൾ പഠിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ആ നഷ്ടത്തെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കുക. അല്ലാതെ അന്ധമായിട്ട് നമ്മൾ ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു വീക്ഷണം കാണണം, ഇല്ലെങ്കിൽ നമുക്കൊരു കൺവിക്ഷൻ കാണണം. മാർക്കറ്റിൻ്റെ അടുത്ത് നിന്നും തിരിച്ച് കയറുന്നൊരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെയുള്ള ഹോൾഡ് പരിപാടിക്കൊക്കെ നിൽക്കുക. എനിക്കറിയാം ഇന്നത്തെ എൻ്റെ സംസാരം വളരെ ലാഗിലാണ് സംസാരിക്കുന്നത്. കാരണം നമുക്ക് വേറെ ഒന്നും പറയാനില്ല. നമുക്ക് എന്താണ് പറയാനുള്ളത്? കാരണം ഇങ്ങനെ ഒരു അസ്ഥിരാവസ്ഥ മാർക്കറ്റ് നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റിന് ഞാൻ ക്യാപ്ഷനെ സൂചിപ്പിച്ച പോലെ മാർക്കറ്റിന് ദിശാബോധമില്ല. മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് മാർക്കറ്റിന് അറിയത്തില്ല. കാരണം എന്തെങ്കിലും ഒരു ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ച് മാത്രമേ മാർക്കറ്റ് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ കിടന്ന് ആടി കളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ ഇനി നമുക്ക് മുമ്പോട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം 24,800 ആയിരിക്കും. മനസ്സിലായോ? 24,800 ആയിരിക്കും നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇല്ല അത് 24,800 എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 24,480 പൊട്ടിക്കണം. ഈ ടെമ്പററി റെസൻസ് ഉണ്ട്. 24,480 പൊട്ടിച്ചെങ്കിൽ മാത്രമേ മാർക്കറ്റിന് ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ 24,340 പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോക്സ് ശ്രദ്ധിക്കുക. ബോക്സും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇനിയും നമുക്ക്
ഈ ഇവിടെ ഒരു ടെമ്പററി സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ട് പൊട്ടിക്കഴിഞ്ഞാൽ 24,000 പിന്നെ നമുക്ക് നിർണായകമായിരിക്കും. ഇത്രയുമാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ വെച്ച് പറയാൻ. നാളെ നമുക്ക് രാവിലെ നോക്കാം എന്താണ് സംഭവിക്കുന്നത്. നാളെ വീക്കെൻഡാണ്. ഇന്ന് രാത്രിയിൽ ട്രംപ് ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. വേറെ കൂടുതലൊന്നും പറയാനില്ല, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റ വാക്കിലെ സംഗതികൾ മുഴുവൻ തകിടം മറിയും. ഓക്കെ, അതുകൊണ്ട് രാവിലെ നമുക്ക് നോക്കാം എന്താണ് എന്തെങ്കിലും ഒരു മൊമെൻറ്റം ഉണ്ടോ എന്നുള്ള കാര്യം. ഇപ്പം നമ്മൾ ഡൗ ജോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗ ജോൺസ് ഇപ്പോഴും ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 100 പോയിൻറ്റ് ഡൗണിലാണ് ഇപ്പോൾ ഡൗ ജോൺസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. രാത്രി എന്ത് സംഭവിക്കുന്നുള്ളത് രാവിലെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.